പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്ത് കാണിച്ചാൽ നമുക്ക് സമ്മതിക്കാം. അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഏത് സർക്കാർ നമുക്ക് ഒരേ ഇതാണ്, പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ദോഷങ്ങളൊന്നും. അല്ലാത്തവർക്ക് ചിലപ്പോൾ സന്തുഷ്ടിയായിരിക്കും, പാർട്ടിക്കാർക്കും സന്തുഷ്ടിയായിരിക്കും. പക്ഷേ എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് സന്തുഷ്ടി. ഒരിക്കലും ഇവർ നല്ലവരെന്ന് ഞാൻ പറയില്ല. അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കൾ, അവരുടെ കൂട്ടുകാർ, അവർക്ക് വേണ്ടി മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നവരാണ്. അല്ല, ജനങ്ങൾക്ക് വേണ്ടി വോട്ടിന് വേണ്ടി മാത്രം വരും. നമസ്കാരം. ഇടത് സർക്കാരിൻ്റെ തുടർഭരണത്തിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടത്. എന്നാൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? ഒരു സംസ്ഥാനത്ത് 2-3 തവണ ഒരേ പാർട്ടി തന്നെ തുടരെ ഭരിക്കുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾ യോജിക്കുന്നുണ്ടോ? അവർക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. തുടർഭരണത്തിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം സന്തുഷ്ടരാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ചേട്ടൻ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങളെല്ലാം ഇടത് സർക്കാർ തന്നെ വീണ്ടും വന്നതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് ആയിരിക്കുന്നതെന്ന്. ഇല്ല, സർക്കാരുകൾ മാറി വരുന്നതാണ് ബെറ്റർ. എന്താ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? നാടിൻ്റെ പുരോഗതിക്ക് അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഭരിച്ചത് കൊണ്ടാണ് ഇത്രയും വികസന പ്രവർത്തനം. ഒരുപാട് മേഖലയിലുള്ളത് പറയുന്നുണ്ട്. വിദ്യാഭ്യാസമായിരുന്നാലും ആരോഗ്യ മേഖലയായിരുന്നാലും ഞങ്ങളുടെ തുടർഭരണം വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്നാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു യോജിപ്പില്ല. അത് സർക്കാർ ഉത്തരവാദിത്തമല്ല ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്ത് കാണിച്ചാൽ നമുക്ക് സമ്മതിക്കാം. കാലാകാലങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യം അത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ചേട്ടാ, ഇപ്പോഴത്തെ ഇവരുടെ ഈ ഒരു വികസന പ്രവർത്തനങ്ങളും വെച്ച് വിലയിരുത്തുമ്പോൾ എന്ത് വികസന പ്രവർത്തനം? അല്ല, അവരിപ്പോ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ചേട്ടാ. എന്താണ് സ്പെഷ്യലായിട്ട് എന്താ ചെയ്തത്? അല്ല, സ്പെഷ്യലായിട്ടല്ല, അവരിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ തുടരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അല്ല, അത് കഴിഞ്ഞ സർക്കാരുകൾ ചെയ്തതിനാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെ, അത് വെച്ച് നോക്കുമ്പോൾ മൂന്നാമതും അവര് വരാൻ ഇനി ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ചാൻസ് ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ വരണ്ട. അടുത്തൊരു സർക്കാർ വരണം, പുതിയ ആൾക്കാർ വരണം. ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മാറി ഏജിന്റെ അല്ല, കഴിവുള്ളവർ വരണം. അതിപ്പോൾ ആരായാലും കുഴപ്പമില്ല. ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്തൊരു തുടർഭരണ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ പാവപ്പെട്ട ഈ വഴിയോര കച്ചവടക്കാരോടും മറ്റും ചോദിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ പോയിരുന്നാൽ പോലും ഒരു അടിസ്ഥാനമായിട്ട് അവർക്ക് വേണ്ട ഒരു വാഷ്റൂം പോലും അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം എന്ത് തരത്തിലുള്ള പ്രവർത്തനം അവർ ചെയ്യുന്നത്? അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ബസ് സ്റ്റാൻഡുകളിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആ ഒപ്പീനിയനാണ്. കാരണം ഏത് സർക്കാർ നമുക്ക് ഒരേ ഇതാണ്, പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ദോഷങ്ങളൊന്നും മാത്രമല്ല. എല്ലാവർക്കും എല്ലാ ഗുണവും കിട്ടില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലായാലും എല്ലായിടത്തും നല്ലവണ്ണം വിദ്യാഭ്യാസ മേഖലയിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ നോക്കില്ല. ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഇനി ഒരു വർഷം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ടല്ലോ 2026. ജനങ്ങൾ മൂന്നാമതും ഒരു അവസരം ഇവർക്ക് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല. ഇല്ല. എന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? എനിക്ക് തന്നെ ഒരു 2 പ്രാവശ്യം വരാനൊന്നും കിട്ടിയില്ല. അത് തന്നെയാണ് കാര്യം. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ജനങ്ങളത് മാറും. അതുകൊണ്ട് പറയാൻ നോക്കില്ല. എന്തായാലും ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ജനങ്ങളുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലൊന്നും അല്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു ജനാധിപത്യ ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് ഒന്നിൽ കൂടുതൽ തവണ അല്ലെങ്കിൽ 2-3 തവണയൊക്കെ ഒരു പാർട്ടി തുടരെ വരുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നുണ്ട്. ബംഗാളിൽ കുറെ കാലം ഇരുന്നിട്ട് അവസാനം എന്തായി? അതെ. അതുപോലത്തെ ഒരു അവസ്ഥ വരുമെന്നായിരിക്കും തോന്നുന്നുണ്ട്. സ്വാഭാവികമായിട്ടുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാർ സന്തുഷ്ടരൊന്നുമില്ല. കാരണം എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിൻ്റെ വശം മനസ്സിലാവും. അല്ലാത്തവർക്ക് ചിലപ്പോൾ സന്തുഷ്ടിയായിരിക്കും, പാർട്ടിക്കാർക്കും സന്തുഷ്ടിയായിരിക്കും. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് സന്തുഷ്ടിയില്ല. സാധാരണക്കാർക്ക് എന്തായാലും ഒരു സന്തോഷമില്ല. ചേട്ടാ, ഇനിയിപ്പോൾ അടുത്തൊരു ഇലക്ഷൻ അടുത്ത വർഷം വരാൻ പോകുന്നുണ്ട്. മൂന്നാമതും ജനങ്ങൾ ഇടത് സർക്കാരിനെ തിരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? മൂന്നാമത് വിവരമുള്ള ജനങ്ങളാണെങ്കിൽ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവരം ഇല്ലാത്തവരാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പം തിരഞ്ഞെടുത്തേ. കാരണം ജനങ്ങൾ എല്ലാവരും പറഞ്ഞ് മലയാളികൾ പ്രബുദ്ധരാണ്, ബുദ്ധിമാന്മാരാണ്. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ മണ്ടന്മാരാണ്. അല്ലെങ്കിൽ രണ്ടാമത് ഇവർ തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഒരുപാട് പാളിച്ചകളുണ്ട്. ഭരണം വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെയാണ്
ചേട്ടാ, ഇപ്പോൾ ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇനി അടുത്ത വർഷം ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. മൂന്നാമതും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് പേര് അവരായിരിക്കും, ബാക്കിയുള്ളവർ അല്ലാതായിരിക്കാം. ചേട്ടനൊരു ഈ ഒരു ഭരണം മാറി വരുന്നതിനോട് ആഗ്രഹിക്കുന്നുണ്ടോ? ഓരോ കാര്യത്തിനും ഓരോ കാലത്തും മാറ്റങ്ങൾ വരണം. വന്നാലേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ, പ്രകൃതിയിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ചേട്ടാ, ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരേ പാർട്ടി തന്നെ തുടരെ ഭരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഒരിക്കലും നല്ലതല്ല. മാറ്റം വരണം യാതൊരു കാര്യത്തിനും. അതിനാണ് ഇലക്ഷൻ വയ്ക്കുന്നത്. മാറ്റം ജനങ്ങൾ തിരഞ്ഞെടുക്കണം. ജനങ്ങളിലൂടെ എടുക്കാൻ പറ്റുള്ളൂ, അല്ല ഒരിക്കലും നടക്കില്ല. സർക്കാരിന്റെ ഈ തുടർ ഭരണത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെല്ലാം സന്തുഷ്ടരാണെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. ഞങ്ങൾ ഒരുപാട് പാവപ്പെട്ടവർ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വയസ്സായവർക്കൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല ഇതുവരെയ്ക്കും. ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് വർഷങ്ങളോളായി. ഞങ്ങളിന്ന് ഒരു വീടില്ലാതെ കിടക്കണം മക്കളെ. എവിടെയാ അമ്മയുടെ വീട്? ഞാൻ വല്യശാലയാണ് താമസിക്കുന്നത്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. എല്ലാം കൊടുത്ത് വീട്ടിൻ്റെ നമ്പർ വരെയും വന്നിട്ട് അവരിപ്പം പറയണില്ലെന്ന്. ഞങ്ങൾ വയസ്സായില്ലേ, ഇനി ഞങ്ങൾ കെട്ടിയൊക്കെ വരുമ്പോൾ നിങ്ങൾ മരിച്ചു പോകും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും ഒരു പാർട്ടിക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയില്ല. നമ്മൾ വയസ്സായവർക്ക് എന്തെങ്കിലും രണ്ടുപേർക്കും കാലുകൾ സുഖമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ അമ്മ? നമ്മൾ താമസിക്കുന്നിടത്തായാലും കൗൺസിലറായാലും ആരായാലും ശരി തന്നെ, നമുക്കൊരു ഉപകാരമില്ല. നമ്മളെ മണ്ഡപത്തിൽ വന്ന് എഴുതി കൊടുത്തു. പിണറായി വിജയൻ വന്നപ്പം ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് നമുക്ക് ഇന്ന് വരെ വർഷം 2 കഴിഞ്ഞ് അപ്പോഴെഴുതി കൊടുത്തിട്ടും തന്നില്ല. അതിന് മുമ്പ് വർഷങ്ങളോളം നമ്മൾ കൊടുക്കണം. അപ്പം ഞങ്ങളിതിൽ ഒരു കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ഇവർ നല്ലവരെന്ന് ഞാൻ പറയില്ല. ഇനി മുന്നിപ്പോൾ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, അടുത്ത വർഷം ഒരു ഇലക്ഷൻ ഉണ്ടാവും. അതിൽ മൂന്നാമതും ജനങ്ങൾ ഇവർക്ക് വോട്ടിട്ട് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊരിക്കലും ചെയ്യുമെന്ന് തോന്നണില്ല മക്കളെ, ഒരിക്കലും തോന്നണില്ല. ഞാൻ ഇടൂല. അങ്കിളിന് തോന്നുന്നുണ്ടോ ഈ ഇടത് സർക്കാരിന്റെ ഈ തുടർ ഭരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരാണെന്ന്? തോന്നുന്നില്ല. എന്താ അങ്കിൾ അങ്ങനെ തോന്നാനുള്ള കാരണം? വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും തൃപ്തി കുറവുണ്ട്. എന്താണ് അവരുടെ ഭരണത്തിൽ പോരായ്മയായിട്ട് എന്താ പലതും പല പ്രശ്നങ്ങളുണ്ട്, പലയിടത്തും പല അഭിപ്രായങ്ങളുമാണ്. അങ്കിളിന് എന്തായാലും ജനങ്ങൾ സന്തുഷ്ടരല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ദിവസം നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഇടത് സർക്കാരിന്റെ തുടർ ഭരണത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണെന്ന്. ആന്റിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? അല്ല, എന്തെങ്കിലും അവരുടെ ഭരണത്തിലെ പോരായ്മയാണോ ആന്റിക്ക് അങ്ങനെ തോന്നാൻ കാരണം? പോരായ്മയുണ്ട്. അപ്പൊ ഇനി മൂന്നാമതും അവർ വരുമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങൾ അവർക്കൊരു അവസരം വീണ്ടും കൊടുക്കുമെന്ന്? വരൂലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇല്ല. എന്താ അങ്കിളിന് തോന്നുന്നത്? മുഖ്യമന്ത്രി കാര്യം നേടാൻ വേണ്ടി മാത്രമേ ഭരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ഇല്ലല്ല, ഈ സർക്കാർ ആർക്ക് വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടിയിട്ട്. സാധാരണക്കാരനുള്ള ഒരു ഒന്നും കിട്ടില്ല. അവ അന്നും കഷ്ടപ്പെട്ടേ ജീവിക്കാക്കൂടെ, ഒന്നും കിട്ടില്ല. ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല, ഒന്നുമില്ല. ഇത് അവരുടെ എല്ലാ രാഷ്ട്രീയക്കാരോടെ മുഖ്യമന്ത്രി എന്നുള്ള എല്ലാ രാഷ്ട്രീയത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ മാത്രം, അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കൾ, അവരുടെ കൂട്ടുകാർ, അവർക്ക് വേണ്ടി മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നവർ നടക്കുന്നത്. അല്ല, ജനങ്ങൾക്ക് വേണ്ടി വോട്ടിന് വേണ്ടി മാത്രം വരും. എന്ത് വേണേൽ കാല് വരെ കഴുകിക്കൊള്ളു, ബാക്കി തിന്നു. ഇപ്പം അടുത്തൊരു വർഷം ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ജനങ്ങൾ മൂന്നാമതും ഇടത് സർക്കാരിന് ഒരു അവസരം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്കറിയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ജനങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് 2-3 തവണ ഒരു പാർട്ടി തന്നെ തുടരെ വരുന്നതിനോട് യോജിക്കുന്നുണ്ടോ? നല്ല ഭരണമുള്ളതാണെങ്കിൽ വരണമായിരുന്നു. നല്ല ഭരണം ഇല്ലെങ്കിൽ വരത്തില്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന്. ഒരു സർക്കാരിനെ ഇറക്കുന്നതും കയറ്റുന്നതും ജനങ്ങളാണ്. അപ്പോൾ അവർ തീരുമാനിക്കേണ്ടത്. ജനാധിപത്യമല്ലേ, ജനങ്ങളാണ്. എനിക്ക് എന്തെന്ന് പറയാൻ സന്തുഷ്ടരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരു മൂന്നാമതും ഇടത് സർക്കാർ തന്നെയായിരിക്കും ഇനി വരുന്ന ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നത്? 99% ആയിരിക്കും എന്ന് തോന്നുന്നു.